ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ ഉസ്താദേ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, നന്നാകാൻ ഒരു ഉപദേശം തരുവോ? മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? യാ അബൂദർ സനിൽ ഖുബൂർ, പള്ളിപ്പറമ്പിലേക്കൊന്ന് പോയി നോക്ക് അബൂദറേ. മുത്തുനബി പറഞ്ഞതാ, ചെറുപ്പക്കാരാ, നന്നാകണോടാ പൊന്നുമോനെ, നന്നാകണോടാ പൊന്നുമോനെ, പള്ളിപ്പറമ്പിലേക്കൊന്ന് പോയി നോക്കടാ. ഈ നാടിനെ വിറപ്പിച്ച എത്രയോ മഹാന്മാരവിടെ കിടപ്പുണ്ട്. എല്ലാം തന്റെ കാൽ കീഴിലാണെന്ന ചിന്തയോടെ നടന്നവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടവന്റെ നെഞ്ചത്തൊരു ചെടി ഇങ്ങനെ കിളിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മോനെ, പള്ളിക്കാട്ടിലേക്കൊന്ന് കടന്നു പോകൂ. മരിച്ച വീട്ടിൽ പോയാ മയ്യത്ത് കുളിപ്പിക്കാ കൂടണേ. ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത്, മരണ വീട്ടിൽ ചെന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്ത് നീയാ കുളിപ്പിക്കുന്ന സ്ഥലത്തൊന്ന് കേറണേ. അനങ്ങാതെ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, തണുത്തു വിറങ്ങലിച്ച് കിടക്കുന്ന ശരീരം തരുന്ന ഉപദേശത്തിനേക്കാൾ നിനക്ക് തരാൻ വേറെ ഒരു ഉപദേശമില്ല മനുഷ്യ. അതുകൊണ്ട് നിന്റെ കുടുംബത്തിലും നിന്റെ പരിസരത്തും എത്രയോ സമ്പന്നന്മാര് മരിച്ചു, പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ. അതുകൊണ്ട് സിറാജ് നിർത്തുകയാ. 170 കോടി നന്മ ലഭിക്കുന്ന ഒരു ദുആ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ തീരുമാനിക്കൂ. ഉസ്താദേ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ കൊടുക്കാ. ഈ പാവങ്ങൾ അന്യനാട്ടിൽ കിടന്നിട്ട് എന്ത് ചൂടെന്നറിയോ? കഴിഞ്ഞ മാസം ഞാൻ ഈ മംഗലാപുരത്തെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ദുബൈയിലേക്ക് പോയപ്പോ പടച്ചവനെ 42 ഡിഗ്രിയാണ് ചൂട്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇതൊരു ചൂടെന്നറിയോ? അല്ലാഹുവേ, സഹിക്കാൻ കഴിയാത്ത ചൂട്. ആ ചൂടത്താണ് റബ്ബേ എത്രയോ പാവങ്ങൾ അവിടെ കിടന്ന് ജോലി ചെയ്യുന്നത്. പടച്ചവനെ, ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്നവരുണ്ട്, വണ്ടിയിൽ എസിക്കകത്തിരുന്നിട്ട് പോലും ചൂട് സഹിക്കാൻ കഴിയാതിരിക്കുമ്പോ അല്ലാ, ആ ഹൈവേയുടെ സെന്ററിലെ ചെടികൾ മുറിക്കുന്ന എത്രയോ പാവങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും അല്ലാഹുവേ, നമ്മുടെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരവിടെ മട്ടൻ മന്തിയല്ല തിന്നുന്നത്, കുബൂസും വെള്ളവും കുടിച്ചിട്ട് തന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോ അല്ലാഹുവേ, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, പെൺമക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടി, എന്ത് നല്ല കാര്യത്തിന് വേണ്ടി ചോദിച്ചാൽ തരാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അല്ലാഹുവേ, നീ അവർക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കണേ അല്ലാ. പ്രവാസികളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അവർക്ക് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, ജിഹാദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ പ്രവാസ ജീവിതത്തിന്റെ ഇടയിൽ ഈ പാവങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ തോന്നിയല്ലോ. അവരുടെ മക്കളെ പഠിപ്പിക്കാനല്ലല്ലോ. അല്ലാഹുവേ, വളർന്നു വരുന്ന യുവതലമുറകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ല നിങ്ങൾക്ക് തരുന്ന ഒറ്റ ഒരു പ്രതിഫലമേ ഉള്ളൂ. ഒരേ ഒരു പ്രതിഫലം പറയാ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. സ്വർഗം തരാമെന്നല്ല പറയുന്നുണ്ട്, സ്വർഗം തരാമെന്നല്ല പറയുന്നുണ്ട്. ആർക്കാ വേണ്ടത്? ആർക്കാ വേണ്ടത്? മോനെ, സ്വർഗം വേണോടാ. നാളെ അവിടെ പോയി നിന്ന് തെണ്ടിയിട്ട് കാര്യമില്ല. ഇന്നിവിടെ ഇരുന്നിട്ട് വാങ്ങൂ, ഇന്നിവിടെ ഇരുന്നിട്ട് സ്വർഗത്തിലൊരു പാസ് ഉണ്ടാക്കൂ, ആ സ്വർഗത്തിലൊരു ഇടം തേട്. അല്ലാഹുവേ, അതിലുണ്ട് മുന്തിരി തോട്ടവും റൊമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ, താരാട്ട് പാടാറ് തൊഴിമാറ് പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്.